നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. സൗദി പ്രവാസികൾക്കെതിരെ സ്വദേശവൽക്കരണം കടുപ്പിച്ചപ്പോൾ അറിഞ്ഞിരുന്നില്ല കൊറോണ വൈറസ് എന്ന വ്യാധി വരുമെന്ന്. ഇപ്പോഴിതാ സൗദി യുവ പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അവരുടെ വരുമാനം മെച്ചപ്പെടുത്തുക, സൗദി വിഷൻ 2030 അനുസരിച്ച് സൗദി സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഓൺലൈൻ ടാക്സി സർവീസായ കരീം, ഊബർ എന്നിവയിൽ ഡ്രൈവർ ജോലികൾ സൗദികൾക്കായി പരിമിതപ്പെടുത്തിയതായി മാനവ വിഭവശേഷി സാമൂഹിക വികസന തൊഴിൽ വകുപ്പ് മന്ത്രി അഹമ്മദ് ബിൻ സുലൈമാൻ അൽ രാജ്ഹി വ്യക്തമാക്കുകയുണ്ടായി. സൗദി പൗരന്മാർക്ക് മാത്രമേ കരി, ഊബർ ടാക്സി ഓടിക്കാൻ കഴിയൂ. ഓൺലൈൻ വഴിയുള്ള അതായത് സവാരി ഹെയിലിംഗ് സ്മാർട്ട് ആപ്ലിക്കേഷൻ ബുക്കിംഗ് വഴി യാത്രക്കാരെ കൊണ്ടുപോകാനുള്ള അവകാശം സൗദി പൗരന്മാർക്ക് മാത്രമാണ് ഇതിനോടകം തന്നെ നൽകിയിരിക്കുന്നത്. നിയമലംഘനം നടത്തുന്ന കമ്പനികൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുന്നതായിരിക്കും. ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും പരിശോധിച്ച് ഉചിതമായ നടപടി കൈക്കൊള്ളുമെന്നും മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ അതേസമയം കോവിഡ് നിരീക്ഷണത്തിന്റെ ഭാഗമായി സൗദി അറേബ്യയിൽ വിവിധ പ്രവിശ്യകളിൽ 14 ദിവസത്തെ ക്വാറന്റൈൻ കാലം പൂർത്തിയാക്കിയ 2500 പേർ വീടുകളിലേക്ക് മടങ്ങിയെന്ന ആശ്വാസ വാർത്തയും ഇതിനോടൊപ്പം തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. പരിശോധനാ ഫലം നെഗറ്റീവ് ആയതിനെ തുടർന്നാണ് ഇവർക്ക് വീടുകളിലേക്ക് മടങ്ങാൻ സാധിച്ചത് തന്നെ. അങ്ങനെ പ്രധാനപ്പെട്ട ഹോട്ടലുകളിലാണ് ക്വാറന്റൈൻ സൗകര്യം ഇവർക്കായി ഒരുക്കിയിരുന്നത്. ഏറ്റവും മുന്തിയ പരിചരണത്തിന് ആരോഗ്യ മന്ത്രാലയത്തിനോട് നന്ദി പറയുകയാണ് പ്രത്യേകം ഏർപ്പെടുത്തിയ ബസ്സുകളിൽ ഇവർ വീടുകളിലേക്ക് യാത്ര തിരിച്ചത്. വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയവരും രോഗികളുമായി സമ്പർക്കം പുലർത്തിയവരുമടക്കം രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നവരും ഇവരിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. വിദഗ്ധ ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെയുള്ള മെഡിക്കൽ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു 14 ദിവസവും ഇവർ കഴിഞ്ഞിരുന്നത്. ഹോട്ടലിന് പുറത്തുനിന്ന് ആവശ്യമുള്ള സേവനങ്ങൾ മന്ത്രാലയം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. മുറികളിൽ സ്ഥാപിച്ച സ്ക്രീനിലൂടെയും പ്രത്യേക ഫോൺ നമ്പറുകളിലൂടെയും അവരുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ ഉതകുന്ന ബോധവൽക്കരണം നടത്തുകയും ചെയ്തു. കോവിഡ് ബാധിത രാജ്യങ്ങളിൽ നിന്ന് വിമാനമാർഗം എത്തിയവരെ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുമായി സഹകരിച്ചായിരുന്നു ഹോട്ടലുകളിലേക്ക് മാറ്റിയിരുന്നത്. കോവിഡ് ബാധ സംശയിക്കുന്നവരെ ക്വാറന്റൈൻ ചെയ്യാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിൽ ധാരാളം ഹോട്ടലുകൾ സജ്ജമാക്കിയിട്ടുമുണ്ട്. നിലവിൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ കൊറോണ സ്ഥിരീകരിച്ചത് സൗദിയിലായിരുന്നു. സൗദിയിൽ ഇതോടുകൂടി 1000-ൽ പരം പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത്. എന്നാൽ 2500 പേർക്ക് കോവിഡ് ഇല്ലെന്ന വാർത്ത ഏറെ ശുഭസൂചനയാണ് പ്രവാസികൾക്ക് നൽകുന്നത് തന്നെ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.